AFC യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടാൻ പോകുന്നു. 7 മണിക്ക് കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ വീണ്ടും കലൂരിൽ പന്ത് തട്ടാൻ ഇറങ്ങുന്നത്. ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുപോയെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ജയേഷ് പുക്കുട്ടൂരാണ് ചേരുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന്. ജയേഷ്, എത്രത്തോളം ആവേശമുണ്ട് വീണ്ടും ഇന്ത്യ ഇതാ കൊച്ചിയുടെ മണ്ണിൽ കളിക്കാനെത്തുമ്പോൾ? പിന്നെ തീർച്ചയായും 10 വർഷത്തിന് ശേഷം ഈ കൊച്ചിയിൽ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര മത്സരമാണ്. അതിനുവേണ്ടി ആരാധകരെല്ലാം തന്നെ വലിയ ആവേശത്തോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. നമുക്കറിയാം, കൃത്യമായ ഇടവേളകളിൽ ISL മത്സരം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഒരു അന്താരാഷ്ട്ര മത്സരം വന്നിട്ട് ഇവിടെ ഒരുപാട് 2016 തുർക്ക്മെനിസ്ഥാനെതിരെയായിരുന്നു ഇന്ത്യ അവസാനമായി ഇവിടെ കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കളിച്ചത്. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ വലിയ ആവേശത്തോടെ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ ഒരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. നമുക്ക് നല്ല കുറച്ച് ആരാധകർ ചേരുന്നുണ്ട്. നിങ്ങൾ എവിടെ വരുന്നത്? മലപ്പുറത്ത്. എന്തായാലും ടീം എന്താവും താർക്കൂലേ? പൊതുവെ ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചിൽ ഇപ്പോൾ ആള് കുറവാണ്. പക്ഷെ ഇന്ത്യൻ ടീമിന്റെ മാച്ചിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് നല്ല ആളുകളെ കാണുന്നു. എല്ലായിടത്തും ഒഴുകി എത്തുന്നുണ്ട് കൊച്ചിയിലേക്ക്. ഈ ഇന്ത്യൻ ടീമിലെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ആരാ? നമ്മൾ 3 മലയാളികൾ കളിക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവില്ലേ? സ്കോർ അവിടെ കുറച്ച് ആൾക്കാർ കൂടി വരുന്നുണ്ട്. ചേത്രി ഫാനാണോ? ചേത്രി ഫാനാണോ? ഇവിടെ കളിക്കുന്നില്ല അല്ലേ? ഇപ്പൊ കളിക്കുന്നില്ല. ആരാ ഫേവറേറ്റ് പ്ലെയർ? ഡാനിഷ് ഫാറൂഖ്. തീർച്ചയായിട്ടും എന്തായാലും വലിയ ആവേശത്തോടെ തന്നെയാണ് ആരാധകരൊക്കെ ഈ ഒരു മത്സരത്തിനെ കാത്തിരിക്കുന്നത്. ശ്രദ്ധിക്കാനുള്ളത്, 2016 ഇന്ത്യ തുർക്ക്മെനിസ്ഥാനെതിരെ ഇവിടെ കളിക്കുമ്പോൾ 3000-ൽ താഴെ മാത്രമായിരുന്നു ഇവിടെ മത്സരം കാണാനെത്തിയത്. എന്നാൽ ഇപ്പോൾ ടിക്കറ്റുകൾ ഏറെക്കുറെയൊക്കെ വിറ്റുപോയെന്നാണ് നമുക്ക് ടിക്കറ്റ് ജീനി ആപ്പ് വഴിയുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ മനസ്സിലാവുന്നത്. വലിയ രീതിയിൽ ആരാധകർ, മത്സരം ആരംഭിക്കാൻ ഇനിയും 1 മണിക്കൂറുണ്ട്. ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആരാധകർ ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയും. എന്തായാലും തുർക്ക്മെനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഹോങ്കോങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിന് അത്ര വലിയ പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരും. ഇന്ത്യ ഓൾറെഡി AFC കപ്പിന് യോഗ്യത നേടാനാവാതെ പുറത്തു പോയിട്ടുണ്ട്. 5 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം പോലും ഇന്ത്യക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു അഭിമാന പോരാട്ടം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്ത്യ ഒരു മത്സരത്തിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ ഒരു മത്സരത്തിനായി ആരാധകർ കാത്തിരിക്കുന്നത്. മിനിത, ഈ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് ഇന്ത്യ ഹോങ്കോങ് മത്സരം നടക്കാൻ പോകുന്നത്. ജയേഷ് പുക്കോട്ടൂർ വിശദാംശങ്ങൾ നൽകുകയാണ്.